വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ. സംഘടനകളും സ്ഥാപകരും നോക്കാം. SNDP ശ്രീനാരായണ ഗുരു, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ, ശൈശവ പ്രകാശ സഭ തൈക്കാടയ്യ, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, ആത്മവിദ്യാ സംഘം ബാഗ്പടാനന്ദൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയില യോഹന്നാൻ, തിരുവിതാംകൂർ ഈഴവ സഭ ഡോക്ടർ പൽപ്പു, ആര്യ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവന 1 നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രസ്താവന 2 നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ, രണ്ടും ശരിയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് നിയമലംഘന പ്രസ്ഥാനം 1930. ഗാന്ധിജി സിവിൽ നിയമലംഘനം എന്ന ആശയം കടമെടുത്തത് ഹെൻറി ഡേവിഡ് തോറോയുടെ സിവിൽ ഡിസ്ഒബീഡിയൻസ് എന്ന കൃതിയിൽ നിന്നാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം ലാഹോർ സമ്മേളനം 1929. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല നീതിബായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റി. സ്ഥാപിതമായത് മുംബൈ 1916. സ്ഥാപകൻ DK കാർവെ. സർവകലാശാലയുടെ മുദ്രാവാക്യം പ്രബുദ്ധയായ സ്ത്രീ അനന്തമായ ശക്തിയുടെ ഉറവിടമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, CR ദാസും മോത്തിലാൽ നെഹ്റുവും. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി സ്ഥാപിതമായ വർഷം 1923 ജനുവരി 1. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് CR ദാസ്, മോത്തിലാൽ നെഹ്റു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവന 1 ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. പ്രസ്താവന 2 വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഗ്ലോറിയസ് റവല്യൂഷൻ. 1688-89 കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം. രക്തരഹിത വിപ്ലവത്തിന്റെ മറ്റൊരു പേരാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരിയാണ് ജെയിംസ് രണ്ടാമൻ. മഹത്തായ വിപ്ലവകാലത്ത് ജെയിംസ് രണ്ടാമൻ രാജാവിന് പകരം വന്ന രാജാക്കന്മാരാണ് വില്യം മൂന്നാമനും മേരി രണ്ടാമനും. മഹത്തായ വിപ്ലവത്തിന്റെ പ്രാഥമിക കാരണം മതപരമായ സംഘർഷങ്ങളായിരുന്നു. മഹത്തായ വിപ്ലവം രൂപമെടുത്തതിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ തത്വചിന്തയുടെ ആശയങ്ങളാണ്, ജോൺ ലോക്കിന്റെ ആശയങ്ങളാണ് ഇതിന് സ്വാധീനിച്ചത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഐക്യരാഷ്ട്ര സംഘടന UN സ്ഥാപിതമായത് 1945 ഒക്ടോബർ 24. ആസ്ഥാനം ന്യൂയോർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ്. ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക, മനുഷ്യ അവകാശങ്ങളും ചെറുതും വലുതുമെന്ന് വ്യത്യാസമില്ലാതെ രാജ്യങ്ങളുടെ അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കുക, സാമൂഹ്യ പുരോഗതിക്കും ഉയർന്ന ജീവിത നിലവാരം ആർജിക്കുന്നതിനും രൂപപ്പെടുത്തുന്ന കരാറുകളെയും അന്തർദേശീയ നിയമങ്ങളെയും ബഹുമാനിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, അയൽ രാജ്യങ്ങൾ തമ്മിൽ സഹിഷ്ണുതയിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ബന്ധം വളർത്തുക, ലോക സമാധാനത്തിനും സുരക്ഷിതത്വത്തിനുമായി ഒരുമിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മാന്റിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ ഭാഗമാണ് മാന്റിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗവും മാന്റിലാണ്. മാന്റിലിനെ രണ്ടായി തിരിക്കാം, ഉപരിമാന്റിൽ, അധോമാന്റിൽ. ഉപരിമാന്റിലിനെയും അധോമാന്റിലിനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റെപ്പറ്റീവ് വിച്ഛിന്നത. ഭൂവൽക്കത്തിന്റെയും മാന്റിലിന്റെ അതിർത്തി വരമ്പാണ് മൊഹാറോ വിസിക് വിച്ഛിന്നത. എട്ടാമത്തെ ക്വസ്റ്റ്യൻ,
പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കറുത്ത മണ്ണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും എക്കൽ മണ്ണാണ്. സ്വർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണും കറുത്ത മണ്ണാണ്. ഓംനിബസ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മണ്ണാണ് ചുവന്ന മണ്ണ്. മൺസൂൺ മഴയുടെ സ്വാധീനത്താൽ രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ജൈവാംശം കൂടിയ മണ്ണാണ് പീറ്റ് മണ്ണ്. നന്നായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് വനമണ്ണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഡെക്കാൻ റാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്നത് ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഇന്ത്യയിൽ മഹാരാഷ്ട്ര പീഠഭൂമി പ്രദേശത്തെ ഡെക്കാൻ റാപ്പ് മേഖല ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസുകൾക്ക് ഉദാഹരണമാണ്. ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസുകളാണ് ലാവ കൂടുതൽ ദൂരങ്ങളിലേക്ക് പരക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നതിനുള്ള കാരണം ഓസോൺ സൗരവികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതിനാലാണ്. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങളാണ് നാക്രിയസ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ അറിയപ്പെടുന്നത് സ്ട്രാറ്റോപാസ് എന്നാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇൽമനൈറ്റ്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേയൊരു ഇന്ധനമാണ് ലിഗ്നൈറ്റ്. കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിൽ ചീന കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് കുണ്ടറ. കുണ്ടറ സിറാമിക്സിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് കളിമണ്ണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കർണാടക. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി 1951. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റ് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനം നൽകിയ മേഖല കൃഷി, ജലസേവനം, വൈദ്യുതീകരണം. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോ ഡോമർ മോഡൽ എന്നും അറിയപ്പെടുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും KN രാജാണ്. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആരംഭിച്ചത് 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളാണ് ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1% ആണെങ്കിലും കൈവരിച്ചത് 3.6%. 14ാമത്തെ ക്വസ്റ്റ്യൻ. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ ബി 2015. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ പൂർണ്ണ രൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ പുതിയ അധ്യക്ഷൻ സുമൻ കെ ബെറി. നീതി ആയോഗിന്റെ പ്രഥമ CEO സിന്ധുശ്രീ കുള്ളർ. നീതി ആയോഗിന്റെ നിലവിലെ CEO PVR സുബ്രഹ്മണ്യൻ. നീതി ആയോഗ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം എന്നിവയെല്ലാം ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തത് USSR നിന്നാണ്. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി.
ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. പ്രധാനമായ ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, സ്വാശ്രയത്വം, സാമൂഹിക നീതി, ആധുനികവൽക്കരണം. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യ ആരംഭിച്ചത് 2015 ജൂലൈ 1. ഇന്ത്യയെ ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം സിംഹം. മേക്ക് ഇൻ കേരള പ്രോജക്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് മമ്മൂട്ടി. രാജ്യത്തെ സംരംഭകർക്ക് താങ്ങാനാവുന്ന ബിസിനസ് ഫിനാൻസ് നൽകുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സംരംഭമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ MS സ്വാമിനാഥൻ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷികോൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗ്രഹം ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ MV സിംഗ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഗോതമ്പ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള കരിമ്പ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങളാണ് കല്യാൺ സോന, സോനാലിക. 19ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ ബി, സുമൻ ബെറി. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം മാത്രം. 1, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. 3, അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭേദഗതി പാസാക്കിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. 42ാം ഭേദഗതി പ്രകാരം ഭരണഘടന കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത് ഭാഗം 4A, ആർട്ടിക്കിൾ 51A എന്നിവ കൂട്ടിച്ചേർത്തു. ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ ചെയ്തു. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അതായത് വിദ്യാഭ്യാസം, വന, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? ഓപ്ഷൻ സി, അക്കമ്മ ചെറിയാൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ ഉണ്ടായിരുന്ന വനിതകളാണ് 17 ഇന്ത്യ വിഭജന ശേഷം വനിതകളുടെ എണ്ണം 15 മാറി. അതിൽ അവരാണ് അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, ദുർഗാബായ് ദേശ്മുഖ്, ഹാൻസ ജീവരാജ് മേത്ത, മാലതി ചൗധരി, രാജ്കുമാരി അമൃത്കർ, രേണുക റോയ്, സരോജിനി നായിഡു, സുജേത കൃപാലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ബീഗം ഐസ്വാൾ റസൂൽ, കമല ചൗധരി, ലീല റോയ്, പൂർണിമ ബാനർജി. 22ാമത്തെ ക്വസ്റ്റ്യൻ, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, കാനഡ. ഇന്ത്യൻ ഭരണഘടന കടവാങ്ങിയവ: ഫെഡറൽ സംവിധാനം കാനഡ, സംസ്ഥാന ഗവർണർമാരുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം എന്നിവ കാനഡയിൽ നിന്നും കടം കൊണ്ടവയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലാൻഡിൽ നിന്നും കടം കൊണ്ടതാണ്. കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യ സ്വാതന്ത്ര്യം എന്നിവ ഓസ്ട്രേലിയയിൽ നിന്നും കടം കൊണ്ടു. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇവ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും
നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ, റിപ്പബ്ലിക് ഫ്രാൻസ്, സ്വാതന്ത്ര്യം, സമത്വ, സാഹോദര്യം എന്നിവ കടക്കൊണ്ടത് ഫ്രാൻസിൽ നിന്നാണ്. ഏക പൗരത്വം, പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സമ്പ്രദായം, നിയമവാഴ്ച, തെരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സഭ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, റിട്ടുകൾ, സ്പീക്കർ, CAG എന്നിവ ബ്രിട്ടനിൽ നിന്നും കടംകൊണ്ടു. മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതികൾ എന്നിവ റഷ്യയിൽ നിന്നുമാണ് കടംകൊണ്ടത്. അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്ന്. ആമുഖം, മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, വൈസ് പ്രസിഡന്റ്, ലിഖിത ഭരണഘടന എന്നിവ US നിന്നും കടംകൊണ്ടതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 63. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശക പത്രിക കുറഞ്ഞത് 20 അംഗങ്ങളെങ്കിലും ശുപാർശ ചെയ്യുകയും 20 അംഗങ്ങൾ പിന്താങ്ങുകയും വേണം. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾ ചേർന്നാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയമേത്? ഓപ്ഷൻ ബി വനം. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 7. അനുച്ഛേദം 246. ലിസ്റ്റുകൾ 3 തരമുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 61 വിഷയമുണ്ട്. പ്രധാന വിഷയങ്ങളാണ് ക്രമസമാധാനം, പോലീസ്, ജയിൽ, തദ്ദേശ സ്വയംഭരണം, പൊതുജനാരോഗ്യം, കൃഷി, പന്തയം, കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ്, ടോൾ, ഗ്യാസ് വർക്കുകൾ, ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും, സത്രങ്ങളും സത്രസൂക്ഷിപ്പുകാരും. 25ാമത്തെ ക്വസ്റ്റ്യൻ. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ആൻസർ ഓപ്ഷൻ സി 4 വർഷം. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിരുന്നത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ആണ്. അമേരിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റാണ് ബറാക് ഒബാമ. അമേരിക്കൻ പ്രസിഡന്റ് ഭരണമേൽക്കുന്ന ദിവസം ജനുവരി 20. അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക കാലാവധി 4 വർഷം. അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൗസ്. വാഷിംഗ്ടൺ DC-യിലെ വൈറ്റ് ഹൗസ്.